അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് മക്കയിൽ വെച്ചിട്ട് ഉമ്മറക്ക് വന്നൊരു ഉമ്മനെ കാണാതായി. അതിൻ്റെ തെരച്ചിലിനൊടുവിൽ ഇന്ന് അവരെ കണ്ടെത്തി. അൽഹംദുലില്ലാ. ആ കണ്ടെത്തിയ നിമിഷം ആ ഉമ്മനെ കണ്ടപ്പോൾ ആ മകന് തിരഞ്ഞിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. പ്രവാസ ലോകത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ ഉമ്മക്കൊപ്പമായിരുന്നു. ഞങ്ങളെ ഈ മോനടക്കം ദിവസങ്ങളോളമായി ഊണും ഭക്ഷണവും കഴിക്കാതെ ഉറങ്ങാതെ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ആ ഉമ്മ എന്നെ കാണാതായപ്പോൾ അവരെ മക്കള് അവരെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ ഒരു വിഷമം, സങ്കടങ്ങൾ, അവർ ഇത്രയും ദിവസം ഉറക്കം കഴിഞ്ഞിട്ട് കാത്തുനിന്ന് അവരെ കിട്ടിയപ്പോൾ അവരൊരു സന്തോഷം കണ്ടില്ലേ. അതേ സമയം നമ്മളെ മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മീൻസ് ഇന്നലെ രാത്രി ബാലുശ്ശേരി ഒരു അച്ഛനെ മകൻ വെട്ടിക്കൊന്ന്. ദിവസവും ഇതുപോലെ വെട്ടിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അതും ആരെ പുറമുള്ള ആളുകളൊന്നുമല്ല, സ്വന്തം വീടുകളിൽ അച്ഛനെ, അമ്മനെ, ഉമ്മനെ ഒക്കെ വെട്ടിക്കൊല്ലുന്ന ഒരു സ്ഥിരം ഒരു ദിവസം ഒന്നും കേൾക്കാത്ത ദിവസങ്ങളില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ളൊരു നടപടികൾ നമ്മളെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള നടപടികൾ അതിനെതിരെ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മളെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു ഭാഗത്ത് ഉമ്മനെയും വാപ്പനെയും സ്നേഹിക്കുന്ന ആളുകൾ, ഒരു ഭാഗത്ത് ഉമ്മനെയും വാപ്പനെയും വെട്ടിക്കൊള്ളുന്ന ആളുകൾ. എന്താണ് നമ്മളെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ?